Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ മോഡ്യൂൾ 5 ഇസഡ് ട്രാൻസ്ഫോം പ്രോബ്ലംസ് അതിന്റെ സെറ്റ് 5 ആണ്. ഓൾറെഡി ഒരു സെറ്റ് 1 to 4 ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഈ 4 ഫംഗ്ഷന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യാം. If unilateral Z transform of x of n is x of z, then find Z transform of ഈ 4 ഫംഗ്ഷൻസിന്റെ Z transform ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് Z transform of x of n minus 1 u of n. യൂണിലാറ്ററൽ Z transform എന്ന് വെച്ച് കഴിഞ്ഞാൽ x of z ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് 0 to infinity വരത്തുള്ളൂ. നോർമൽ കേസിൽ -∞ to infinity ആണ്. യൂണിലാറ്ററൽ Z transformന്റെ കേസിൽ n equals 0 to infinity x of n z raised to minus n ആണ് z ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ വരുന്നത്. യൂണി മീൻസ് വൺ സൈഡിലോട്ടേ ഉള്ളൂ. പോസിറ്റീവ് സൈഡിലോട്ട് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അതിന് വാല്യൂസ് ഉള്ളൂ. റേഞ്ചസ് ഫ്രം 0 to infinity. ഇനി ഇവിടുത്തെ എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എന്താണ്, എക്സ് ഓഫ് n minus 1 u of n ആണ്. നമ്മൾ ഈ ഇസഡ് ട്രാൻസ്ഫോം യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷനകത്ത് എക്സ് ഓഫ് n പകരം വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഓഫ് n minus 1 u of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് 0 to infinity എക്സ് ഓഫ് n പകരം എക്സ് ഓഫ് n minus 1 u of n ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് n. യു ഓഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ യു ഓഫ് എന്ന് പറയുന്നത് നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് 0 to infinity എക്സ് ഓഫ് n minus 1 ഇൻറ്റു 1 ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് n കിട്ടും നമ്മളുടെ എക്സ്പ്രഷൻ. ഇനി ഇതിനകത്ത് n minus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്, ഡിലേയിങ് ആണ്. ഇപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഈ ഷിഫ്റ്റഡിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ലെറ്റ് ഈ n minus 1 ഉണ്ടല്ലോ, ഷിഫ്റ്റഡിന് നമ്മൾ n minus 1 ഈക്വൽ ടു m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ റേഞ്ച് n ഈക്വൽസ് 0 to infinity ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ n-ന് 0 കൊടുക്കുമ്പോഴത്തേക്ക് m-ന്റെ വാല്യൂ എന്ത് വരും? m വിൽ, ദാറ്റ് ഈസ് ഇഫ് n ഈക്വൽ ടു 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് n 0 കൊടുക്കുമ്പോഴത്തേക്ക് m-ന്റെ വാല്യൂ വിൽ ബി -1. അതുപോലെ n-ന് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. n ഈക്വൽ ടു ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? ഇൻഫിനിറ്റി -1 എന്ന് പറയുമ്പോഴത്തേക്ക് m-ന്റെ വാല്യൂ ഇൻഫിനിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ സമ്മേഷന്റെ റേഞ്ച് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി വേരിയബിളിൽ n minus 1 ഈക്വൽ ടു m കൊടുത്തു. അപ്പോൾ ഇൻ ടേംസ് ഓഫ് m നമ്മൾ ഇതിന്റെ സമ്മേഷന്റെ റേഞ്ച് എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു സമ്മേഷൻ ലോവർ റേഞ്ച് എന്താവുന്ന m ഈക്വൽ ടു -1 ടു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എക്സ് ഓഫ് n minus 1 നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സ് ഓഫ് n minus 1 ബിക്കംസ് എക്സ് ഓഫ് m ഇസഡ് റേസ് ടു n എന്ത് വരും? ഇതിൽ നിന്ന് n ഈക്വൽ ടു എന്ത് വരും? n ഈക്വൽ ടു m plus 1 എന്ന് വരും. അപ്പോൾ ഇവിടെ n വരെ നമ്മൾ m plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇസഡ് റേസ് ടു മൈനസ് ഓഫ് എന്ത് വരും? m plus 1 എന്ന് വരും. ഓക്കെ, ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് ഇങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? n minus 1-ന് m കൊടുത്തു. അപ്പോൾ അതിന്റെ ലിമിറ്റ് n-ന് 0 കൊടുക്കുമ്പോഴത്തേക്ക് m വാല്യൂ -1 വരും. n-ന് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് m-ന്റെ വാല്യൂ ഇൻഫിനിറ്റി വരും. ആ സമ്മേഷൻ ഇൻ ടേംസ് ഓഫ് m നമ്മൾ എക്സ്പ്രസ് ചെയ്തു. m വേരീസ് ഫ്രം -1 to infinity. ദിസ് എക്സ് ഓഫ് n minus 1 ബിക്കംസ് എക്സ് ഓഫ് m മൈനസ് ഇപ്പോഴത്തേക്ക് m plus 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ആ സമ്മേഷൻ ഈ ഒരു ഫോമിൽ വരും. ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ കേസിൽ നമ്മളുടെ റേഞ്ച് വരുന്നത് അല്ലെങ്കിൽ വേരിയബിൾ വരുന്നത് m-ന്റെ ആണ്. അപ്പോൾ ഇവിടെ z raised to -m ഇൻറ്റു z raised to -1 വരും. ആ z raised to -1 നമുക്ക് കോമൺ എടുക്കാം. ഓക്കെ, ഇവിടെ ഈ വേരിയേഷൻസ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു m ആണ്. ഈ ഒരു ടേം z raised to -m plus 1 എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം z raised to -m ഇൻറ്റു z raised to -1 വരും. അപ്പോൾ ആ z raised to -1 ഔട്ട് സൈഡ് എടുക്കുകയാണ്. ഇൻറ്റു എന്ത് വരും? സമ്മേഷൻ m ഈക്വൽസ് -1 to infinity എക്സ് ഓഫ് m z raised to -m എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ സമ്മേഷൻ n ഈക്വൽസ് 0 to infinity എക്സ് ഓഫ് n z raised to -n ഇതൊരു നമ്മളുടെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കേസിൽ വേരിയേഷൻ വരുന്നത് -1 to infinity ആണ്. നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത് വേരിയേഷൻ 0 to infinity ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എക്സ് ഓഫ് z ഈക്വൽ ടു
Z ഇൻവേഴ്സ് കോമൺ എടുത്തു ഇൻറ്റു ഈ സമ്മേഷൻ നമ്മളിന്ന് ഈ ഇൻ ടേംസ് ഓഫ് ദിസ് റെപ്രസെൻറ്റ്സ് എന്താണ് അവർ എക്സ് ഓഫ് ഇസഡിന്റെ എക്സ്പ്രഷൻ ആണ് അല്ലേ. സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി എക്സ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ഇങ്ങനെ ഒരു ടേം വരുവാണെങ്കിൽ നമുക്ക് അതിനെ എക്സ് ഓഫ് ഇസഡ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ കേസിൽ ഇപ്പം ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ ഇവിടെ എന്നും എമ്മും വേരിയബിൾസ് ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കേസിൽ എം ഈക്വൽസ് -1 ഒരു ടേമും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യമേ -1 കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് -1 ഇസഡ് റേസ് ടു മൈനസ് ഓഫ് -1 വരുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു 1 വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന്റെ എക്സ്പാൻഷനകത്ത് ഫസ്റ്റ് ടേം കൊടുക്കുവാണ്. എമ്മിന്റെ വാല്യൂ -1 കൊടുക്കുമ്പം എക്സ് ഓഫ് -1 ഇസഡ് റേസ് ടു മൈനസ് ഓഫ് -1 വരും. അപ്പം എക്സ് ഓഫ് -1 ഇൻറ്റു ഇസഡ് വരും, പ്ലസ് എന്ത് വരും? ബാക്കി റിമൈനിങ് എങ്ങനെ എഴുതാം? ബാക്കി ഇതിന്റെ കേസിൽ എം ഈക്വൽസ് 0 to ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു സമ്മേഷനകത്ത് നമുക്ക് എക്സ് ഓഫ് ഇസഡിന്റെ വേരിയേഷൻ 0 to ഇൻഫിനിറ്റി വരത്തുള്ളൂ. പക്ഷെ ഇതിന്റെ കേസിൽ -1 to ഇൻഫിനിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ -1 ഒരു ടേമും പ്ലസ് 0 to ഇൻഫിനിറ്റി സെക്കൻഡ് ടേം ആയിട്ട് എഴുതി. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n വേരീസ് ഫ്രം 0 to ഇൻഫിനിറ്റി എക്സ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഇത് നോക്കിയേ, ഈ ഒരു ഇക്വേഷനും നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് രണ്ടും എന്താണ് സെയിം ആണ്. ഇവിടെ n എന്നുള്ള വേരിയബിളിന്റെ പകരം m വന്നതേ ഉള്ളൂ. ഇതിനെ നമുക്ക് എന്താണ് എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളുടെ എക്സ് ഓഫ് ഇസഡിന്റെ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഇതിന്റെ എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു നമുക്ക് ഫസ്റ്റ് വാല്യൂ കിട്ടിയത് എക്സ് ഓഫ് -1 ഇസഡ് പ്ലസ് ഈ കിട്ടിയ വാല്യൂ എഴുതുകയാണ് സമ്മേഷൻ എം ഈക്വൽ 0 to ഇൻഫിനിറ്റി എം ഇസഡ് റേസ് ടു മൈനസ് എം ആണ്. ഇപ്പൊ ഈ കിട്ടിയ ഇക്വേഷൻ ഒന്നുകൂടി തിരിഞ്ഞേ ഉള്ളൂ. എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് -1 ഇസഡ് പ്ലസ് ദിസ് ടേം വന്നു. ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ഇസഡിന്റെ എക്സ്പ്രഷൻ സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു n ഇസഡ് റേസ് ടു മൈനസ് n ആണ്. ഇവിടെ ഇത് രണ്ടും കൂടെ ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ m വേരിയബിൾ ആണ്, ഇവിടെ n വേരിയബിൾ ആണേ ഉള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് ഓഫ് ഇസഡിന്റെ ടേംസിൽ എഴുതാൻ പറ്റും. therefore this is equal to എന്ത് കിട്ടും? ഇസഡ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് -1 ഇസഡ് പ്ലസ് ദിസ് ഈസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. ഈ ഇസഡ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഇസഡ് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് എക്സ് ഓഫ് -1 പ്ലസ് ഇസഡ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇതാണ് അതിന്റെ റിസൾട്ട്. നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് n-1 യു ഓഫ് n ആയിരുന്നു. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി എന്തായിരിക്കും? ദിസ് ടേം ദാറ്റ് ഈസ് ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡ് പ്ലസ് എക്സ് ഓഫ് -1 ആയിരിക്കും അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം. ഇതാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഈസിയാണ്. നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് അതർ വേരിയബിളിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിന്റെ നമ്മുടെ ഇസഡ് ട്രാൻസ്ഫോമിന്റെ യൂണിലാറ്ററിന്റെ കേസിൽ 0 to ഇൻഫിനിറ്റി ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നത് -1 to ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ടേമിന്റെ -1 ടേം പ്ലസ് 0 to ഇൻഫിനിറ്റി എഴുതി. അതിനുശേഷം ഇസഡ് ഇൻവേഴ്സ് ഓൾറെഡി നമ്മൾ കോമൺ എടുത്തിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഓഫ് n-1 യു ഓഫ് n ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡ് പ്ലസ് എക്സ് ഓഫ് -1 ആണ്. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n-2 യു ഓഫ് n. നമ്മളുടെ ഈ വീഡിയോയിലെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഔട്ട് ചെയ്യാനാണ്. സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തു. സെക്കൻഡ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എക്സ് ഓഫ് n-2 യു ഓഫ് n ഇസഡ് ട്രാൻസ്ഫോം ആണ്. ഫസ്റ്റ് യൂണിലാറ്ററലിന്റെ എക്സ്പ്രഷൻ എഴുതുക. എക്സ് ഓഫ് ഇസഡ് ഈക്വൽ സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n ആണ് യൂണിലാറ്ററൽ ഇസഡ് ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ. ഇവിടെ നമ്മളുടെ എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എന്താണ്? എക്സ് ഓഫ് n-2 യു ഓഫ് n ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി. ഹിയർ എക്സ് ഓഫ് n വാല്യൂ എക്സ് ഓഫ് n-2 യു ഓഫ് n ഇൻറ്റു ഇസഡ് റേസ് ടു -n ആണ്. യു ഓഫ് എൻ്റെ വാല്യൂ നമുക്കറിയാം 0 to ഇൻഫിനിറ്റി അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ 0 to ഇൻഫിനിറ്റി
എക്സ് ഓഫ് എൻ മൈനസ് ടു ഇൻറ്റു 1 ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എന്ന് വരും. അപ്പം ഇങ്ങനത്തുള്ള ഷിഫ്റ്റിംഗ് വരുവാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ലെറ്റ് എം ഈക്വൽ ടു എൻ മൈനസ് ടു, ഈ എൻ മൈനസ് ടു ഏതാണോ ഷിഫ്റ്റ് വരുന്നത് അതിന് നമ്മൾ എം വെച്ച് റീപ്ലേസ് ചെയ്യും. ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലും എൻ മൈനസ് വണ്ണ് നമ്മൾ എം വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ ഷിഫ്റ്റ് എൻ മൈനസ് ടു ആണ്. സോ എം ഈക്വൽസ് എൻ മൈനസ് ടു. ഇനി ഇതിൻ്റെ റേഞ്ച് മാറ്റണം. ഈ എൻ ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് ലോവർ ലിമിറ്റ് എന്നിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് എമ്മിൻ്റെ വാല്യൂ വിൽ ബി മൈനസ് ടു. അതുപോലെ എൻ ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് എമ്മിൻ്റെ അപ്പർ ലിമിറ്റ് വരുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ വേരിയബിൾ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ. ഇവിടെ എന്നിന് പകരം എം കൊടുക്കും. എം ഈക്വൽസ് ലോവർ ലിമിറ്റ് 0 കൊടുത്തപ്പോഴത്തേക്ക് എമ്മിൻ്റെ കേസിൽ മൈനസ് ടു ആണ് വരുന്നത്. മൈനസ് ടു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മൈനസ് ടുവിന് നമ്മൾ എം കൊടുത്തു. സോ എക്സ് ഓഫ് എം ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് ഓഫ് ഇതിന് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എം പ്ലസ് ടു ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പകരം എം പ്ലസ് ടു വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ സിമിലർ പ്രൊസീജിയർ ആണ്. ഇതിൻ്റെ കേസിൽ ഇസഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് ടു വരും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എം ആണ്. അപ്പോൾ നമുക്ക് ആ ഇസഡ് റേസ് ടു മൈനസ് ടു കോമൺ എടുക്കാം. ഇപ്പോഴത്തേക്ക് റിമൈനിങ് എന്ത് വരും? സമ്മേഷൻ എം ഈക്വൽസ് മൈനസ് ടു ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് വരും. ഇതിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിലാറ്ററിൻ്റെ കേസിൽ 0 ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ എന്താണ്? മൈനസ് ടു ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ആ മൈനസ് ടുവിൻ്റെയും മൈനസ് വണ്ണിൻ്റെയും ടേം സം ചെയ്തിട്ട് പ്ലസ് എന്തെഴുതും? 0 ടു ഇൻഫിനിറ്റി ടേംസിൽ എഴുതും. നേരത്തെ ചെയ്ത പോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻവേഴ്സ് കോമൺ എടുത്തു ഇൻറ്റു ഇവിടെ നമ്മൾ എമ്മിന് മൈനസ് ടു കൊടുക്കുകയാണ്. സോ എക്സ് ഓഫ് മൈനസ് ടു ഇസഡ് റേസ് ടു മൈനസ് ഓഫ് മൈനസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് സ്ക്വയർ വരും. പ്ലസ് അടുത്ത എക്സ് ഓഫ് മൈനസ് വൺ കൊടുക്കുകയാണ്. സോ എക്സ് ഓഫ് മൈനസ് വൺ ഇസഡ് റേസ് ടു മൈനസ് ഓഫ് മൈനസ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് വരും. പ്ലസ് നമ്മളെ സമ്മേഷൻ എന്ത് തൊട്ട്? സമ്മേഷൻ 0 തൊട്ട് എം ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ മൈനസ് ടു തൊട്ട് ഇൻഫിനിറ്റി വരെ ആയിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിൻ്റെ കേസിൽ മൈനസ് വൺ തൊട്ടാണ്. അപ്പം മൈനസ് വണ്ണിൻ്റെ ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. പ്ലസ് 0 ടു ഇൻഫിനിറ്റി എഴുതി. ഇതിൻ്റെ കേസിൽ എന്താ? സെയിം തന്നെ. ഇവിടെ മൈനസ് ടു ആയതുകൊണ്ട് മൈനസ് ടുവിൻ്റെ ടേമും മൈനസ് വണ്ണിൻ്റെ ടേമും പ്ലസ് 0 ടു ഇൻഫിനിറ്റി ടേം എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ജനറൽ യൂണിലാറ്ററലിൻ്റെ എക്സ്പ്രഷനും നമ്മളുടെ ഈ എക്സ്പ്രഷനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും സെയിം ആണ്. ഇതിൻ്റെ കേസിൽ എൻ ആണ് വേരിയബിൾ, ഇതിൻ്റെ കേസിൽ എം ആണ് വേരിയബിൾ. അപ്പോൾ നമുക്ക് ഇതിന് എന്താ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഓഫ് ഇസഡ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ എക്സ്പ്രഷൻ ഞാൻ എടുത്ത് ഇപ്പുറത്തൊന്നുകൂടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു നമുക്ക് കിട്ടിയത് എക്സ് ഓഫ് മൈനസ് ടു ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് മൈനസ് വൺ ഇസഡ് പ്ലസ് സമ്മേഷൻ എം ഈക്വൽസ് 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ഈ സമ്മേഷൻ എം ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എമ്മിന് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് എക്സ് ഓഫ് ഇസഡ്. കാരണം രണ്ടും സെയിം എക്സ്പ്രഷനാണ് വരുന്നത്. ഇവിടെ എന്നും എമ്മും വന്നേ ഉള്ളൂ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു എക്സ് ഓഫ് മൈനസ് ടു ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് മൈനസ് വൺ ഇസഡ് പ്ലസ് എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഈ ഒരു ഫോമിൽ എഴുതുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് ടു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇസഡ് റേസ് ടു മൈനസ് വൺ എക്സ് ഓഫ് മൈനസ് വൺ പ്ലസ് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് ടുവും ഇസഡ് സ്ക്വയറും ആകുമ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്തവും റിമൈനിങ് എക്സ് ഓഫ് മൈനസ് ടു കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം വരുന്നത്. അപ്പോൾ ജനറൽ റിസൾട്ടായിട്ട് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ മൈനസ് ടു യു ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി എന്താണ്? ഇസഡ് റേസ് ടു മൈനസ് ടു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് വൺ എക്സ് ഓഫ് മൈനസ് വൺ പ്ലസ് എക്സ് ഓഫ് മൈനസ് ടു. ഇതാണ് സെക്കൻഡ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് വൺ യു ഓഫ് എൻ ആണ്. ഇതിവിടെ അഡ്വാൻസിങ് ആയിരുന്നു. എൻ പ്ലസ് വൺ മീൻസ് അഡ്വാൻസിങ് ആണ്. സിമിലർ പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് യൂണിലാറ്ററലിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. എക്സ് ഓഫ് ഇസഡ് ഈക്വൽ സമ്മേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്.
ഇവിടെ എക്സ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ഓഫ് എൻ പ്ലസ് വൺ യു ഓഫ് എൻ ആണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സമ്മേഷൻ എൻ ഈക്വൽസ് 0 to infinity. ഹിയർ എക്സ് ഓഫ് എൻ ഈക്വൽസ് എക്സ് ഓഫ് എൻ പ്ലസ് വൺ യു ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. ഈ ബിറ്റ്വീൻ ദ റേഞ്ച് 0 to infinity യു ഓഫ് എൻ്റെ വാല്യൂ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ 0 to infinity എക്സ് ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ എന്ന് വരും. ഇപ്പോൾ ഇവിടുത്തെ അഡ്വാൻസിങ് ഷിഫ്റ്റിംഗ് വരുവാണെങ്കിൽ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഷിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ എൻ പ്ലസ് വൺ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എൻ പ്ലസ് വൺ ഈക്വൽ ടു എം. എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് നോക്കും. എന്നിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ എം എന്തായിട്ട് വരും, എം ഈക്വൽ ടു 1 വരും ഇല്ലേ. ഇവിടെ എന്നിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് എം ഈക്വൽ ടു 1 വരും. എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് എമ്മിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി വരും. ഇനി ഇതിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഇൻ ടേംസ് ഓഫ് എം വരുമ്പോഴത്തേക്ക് ലോവർ ലിമിറ്റ് 1 ആണ്. ഓക്കെ, 1 എം ഈക്വൽസ് 1 ടു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. ഇനി എക്സ് ഓഫ് എൻ പ്ലസ് വണ്ണിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് ഓഫ് ഇതിൻ്റെ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, എം മൈനസ് വൺ എന്ന് വരും. അപ്പോൾ ഇവിടെ എന്നിന് നമ്മൾ എം മൈനസ് വണ്ണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എം മൈനസ് വൺ എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു മൈനസ് എമ്മും ഇസഡ് റേസ് ടു മൈനസ് ഓഫ് മൈനസ് വൺ ഇസഡ് റേസ് ടു 1 വരും. ആ ഇസഡ് നമ്മൾ കോമൺ എടുക്കും. സോ ഇസഡ് സമ്മേഷൻ്റെ വെളിയിൽ കൊണ്ടുവരും. ഇസഡ് ഇൻറ്റു റിമൈനിങ് എന്ത് വരും, സമ്മേഷൻ എം ഈക്വൽസ് 1 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് വരും. ഓക്കെ, ഇവിടെ ഈ ഒരു ടേമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് ഓഫ് മൈനസ് വൺ വരും. ആ ഒരു ഇസഡ് സമ്മേഷനെ പുറത്ത് കൊണ്ടുവന്ന് ഈ ഒരു ഫോമിൽ വരും. ഇനി നമ്മളുടെ യൂണിലാറ്ററൽ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ സമ്മേഷൻ 0 ടു ഇൻഫിനിറ്റിയെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ എം ഈക്വൽസ് 1 ടു ഇൻഫിനിറ്റി ഉണ്ട്. നമ്മുടെ കേസ് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആണ്. അപ്പോൾ ഇവിടെ 0 എന്താണ്, മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊരു എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം, നമ്മളുടെ എക്സ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. എങ്കിലല്ലേ എന്ത് വരത്തുള്ളൂ, ആ കോമൺ ഇതായിട്ടുള്ള വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മളുടെ ജനറൽ എക്സ്പ്രഷനകത്ത് 0 ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ എന്താണ്, 0 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ഇതിനകത്ത് 0 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, ഈ ഒരു ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ക്യാൻസൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യും, ആ ടേം ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ പ്രൊസീജിയർ. ക്ലിയർ ആയോ? അതായത് നമ്മളുടെ എക്സ് ഓഫ് ഇസഡിൻ്റെ എക്സ്പ്രഷനകത്ത് 0 ടു ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിതിവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്തും കൂടെ വേണം, ഇതിൻ്റെ കേസിൽ ഒരു എക്സ് ഓഫ് 0ൻ്റെ ടേമും കൂടെ വേണം. അപ്പം നമ്മൾ എക്സ് ഓഫ് 0 കൂടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ് ഓഫ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഇൻക്ലൂഡ് ചെയ്ത ടേമിനെ കളയാൻ വേണ്ടി നമ്മൾ മൈനസ് എക്സ് ഓഫ് 0 കൊടുക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് എങ്ങനെ വരും, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ എം ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം മൈനസ് എക്സ് ഓഫ് 0 എന്ന് എഴുതി. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഈ ടേമിനകത്ത് നമ്മൾ എന്ത് ഇവിടെ ലിമിറ്റ് 1 ടു ഇൻഫിനിറ്റി 0 ടു ഇൻഫിനിറ്റി ആക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു എക്സ് ഓഫ് 0 ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എക്സ് ഓഫ് 0 സബ്സ്ട്രാക്ട് ചെയ്തു. ഇനി എന്ത് വരും, ഇതിന് നമുക്ക് എന്തായിട്ട് കമ്പയർ ചെയ്യാം, നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇതെന്താണ്, എം ഈക്വൽ ടു 0 എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം. ഇവിടെ എന്നിൻ്റെ വ്യത്യാസമുള്ളൂ, ഇവിടെ വേരിയബിൾ എൻ ആണ്, ഇവിടെ എം ആണ്. ഇതിന് നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇസഡ് ഇൻറ്റു ദിസ് ഈസ് അവർ എക്സ് ഓഫ് ഇസഡ് മൈനസ് എക്സ് ഓഫ് 0 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? ഇതിൻ്റെ റിസൾട്ട് എന്ത് വരും, ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് ഓഫ് എക്സ് ഓഫ് 0 എന്ന് വരും. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ പ്ലസ് 1 യു ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എക്സ് ഓഫ് 0 എന്ന് വരും. അതിൻ്റെ ഈ റിസൾട്ട് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് എക്സ് ഓഫ് 0 എന്ന് വരും എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇവിടെ ആ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എടുക്കാൻ നേരത്ത് 0 ടു ഇൻഫിനിറ്റി ആണ്, പക്ഷേ ഇവിടെ 1 തൊട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 0 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ 0 ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് 2
u of n. Okay, ഇതിന്റെ z ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മുടെ യൂണിലാറ്ററലിന്റെ എക്സ്പ്രഷൻ എഴുതും. x of z equals summation n equals 0 to infinity x of n z raised to minus n. This is equal to, ഇവിടെ നമ്മളുടെ x of n എന്ന് വെച്ച് കഴിഞ്ഞാൽ x of n plus 2 u of n ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സമ്മേഷൻ n ഈക്വൽസ് 0 to infinity x of n ന്റെ വാല്യൂ x of n plus 2 u of n into z raised to minus n ആണ്. u of n ന്റെ വാല്യൂ ഇൻ ദ റേഞ്ച് 0 to infinity 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽസ് 0 to infinity x of n plus 2 into 1 into z raised to minus n. ഇവിടെ എന്താണ്, 2 സാമ്പിൾസ് അഡ്വാൻസിങ് ആണ്. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഈ ടേമിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ പുട്ട് എന്തായിട്ട് എഴുതും, പുട്ട് n plus 2 ഈക്വൽ ടു m എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ ലിമിറ്റ് നമ്മൾ എന്നിന് 0 കൊടുക്കുകയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും, എന്നിന് 0 കൊടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 2 വരും. എന്നിന് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും, ഇൻഫിനിറ്റി വരും. ഈ ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എമ്മിൻ്റെ ടേംസിലാക്കുകയാണ്. എം ഈക്വൽസ് അതിൻ്റെ ലോവർ ലിമിറ്റ് 2 ടു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി എക്സ് ഓഫ് n plus 2 നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, m ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. സോ എക്സ് ഓഫ് n plus 2 ബിക്കംസ് എക്സ് ഓഫ് m ഇൻറ്റു ഇസഡ് റേസ് മൈനസ് ഓഫ് n വെച്ച് എന്താ n ഈക്വൽ ടു m മൈനസ് 2 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, എന്നിന് പകരം m മൈനസ് 2 വരും. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ m ഈക്വൽസ് 2 ടു ഇൻഫിനിറ്റി. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും, ഇസഡ് റേസ് ടു മൈനസ് എമ്മും ഇസഡ് റേസ് ടു മൈനസ് ഓഫ് മൈനസ് 2. ഇപ്പോൾ ഇസഡ് സ്ക്വയർ വരും. ആ ഇസഡ് സ്ക്വയർ നമുക്ക് സമ്മേഷൻ്റെ പുറത്തെടുക്കാം. സോ ഇസഡ് സ്ക്വയർ റിമൈനിങ് എന്ത് വരും, എക്സ് ഓഫ് എം ഇസഡ് റേസ് ടു മൈനസ് എം എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളുടെ യൂണിലാറ്ററിൻ്റെ 0 to ഇൻഫിനിറ്റി ആണ്. ഇവിടെ എന്താ വരിക്കുന്നത്, 2 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 0 to ഇൻഫിനിറ്റി കൺസിഡർ ചെയ്ത് എക്സ് ഓഫ് ഇസഡ് എഴുതിയിട്ട് ബാക്കി റിമൈനിങ് എന്തൊക്കെ സബ്സ്ട്രാക്ട് ചെയ്യണം, എക്സ് ഓഫ് 0യും എക്സ് ഓഫ് 1ഉം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കേസ് ചെയ്യുന്നത്. കാരണം രണ്ടും അഡ്വാൻസിങ് ആണ്. ഇതും n plus 1 എന്ന് വെച്ചാൽ അഡ്വാൻസിങ് ആണ്. ഇവിടെ 2 സാമ്പിൾസ് അഡ്വാൻസിങ് എന്നേ ഉള്ളൂ, n plus 2. ഓക്കെ, ഈ എക്സ്പ്രഷനകത്ത് എക്സ് ഓഫ് 0യും എക്സ് ഓഫ് 1ഉം മിസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ വാല്യൂസ് സബ്സ്ട്രാക്ട് ചെയ്യും. ഇതിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ ഇപ്പുറത്ത് ഒന്നുകൂടി എഴുതുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ m ഈക്വൽസ് 2 to ഇൻഫിനിറ്റി എക്സ് ഓഫ് m z raised to minus m ആണ്. ദിസ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ m ഈക്വൽസ് 0 to ഇൻഫിനിറ്റി എക്സ് ഓഫ് എം z raised to minus m. ഇതൊക്കെ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇതിൻ്റെ കേസിൽ ഇതിനകത്ത് നമുക്ക് 0യും 1ഉം ഉണ്ട്, പക്ഷേ ഇതിനകത്ത് 2 ഒട്ടേ ഉള്ളൂ. അപ്പോൾ ആ 0യും 1ഉം ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് വേണം. സോ എക്സ് ഓഫ് 0 കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് 0 z raised to 0, ദാറ്റ് ഈസ് എക്സ് ഓഫ് 0. അടുത്ത 1 കൊടുക്കുമ്പം എക്സ് ഓഫ് 1 z raised to minus 1 വരും. ഓക്കെ, z raised to minus 1 വരും. ദിസ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടേം നമ്മളുടെ സ്റ്റാൻഡേർഡ് യൂണിലാറ്ററൽ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ n എന്നുള്ള വേരിയബിൾ ഇവിടെ m ആയതേ ഉള്ളൂ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എക്സ് ഓഫ് z മൈനസ് എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 1 z raised to minus 1 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് z സ്ക്വയർ എക്സ് ഓഫ് z മൈനസ് z സ്ക്വയർ എക്സ് ഓഫ് 0 മൈനസ് ഇവിടെ z ഇൻവേഴ്സും z സ്ക്വയറും കൂടെ ആകുമ്പോഴത്തേക്ക് z എക്സ് ഓഫ് 1 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ദാറ്റ് ഈസ് എക്സ് ഓഫ് n plus 2 u of n z ട്രാൻസ്ഫോം വിൽ ബി z സ്ക്വയർ എക്സ് ഓഫ് z മൈനസ് z സ്ക്വയർ എക്സ് ഓഫ് 0 മൈനസ് z ഇൻറ്റു എക്സ് ഓഫ് 1. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 4 ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ചാനലിലാണെങ്കിൽ Z ട്രാൻസ്ഫോമിൻ്റെ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെറ്റ് 5 ആണ്. ഓരോന്നും സെറ്റായിട്ടാണ് ഒരു 5 questions to 7 questions വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെറ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആ രീതിയിലാണ് ഓരോ സെറ്റായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്ഥിരം എക്സാംസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ഏത് പ്രോബ്ലം വന്നാലും ഈ സിമിലർ പ്രൊസീജിയർ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അഡ്വാൻസിങ് ഡിലേയിങ്ങേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾസ് വെച്ച് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. സിമിലർ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കേസിൽ ഡിലേയിങ് വരുമ്പോഴത്തേക്കാണെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ടേംസും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ തൊട്ടുള്ള വേരിയേഷൻസ് കാണത്തില്ല. അപ്പോൾ അത് നമ്മൾ 0 to എടുത്തിട്ട് ആ വാല്യൂസ് കൂടെ റിമൈനിങ് വാല്യൂസ് സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ.
ഇസഡ് ട്രാൻസ്ഫോം മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എപ്പോഴും ഒരു 3-4 ഫങ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം സ്ഥിരം എക്സാംസിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.